ശ്രീ എ സജീവൻ, ഇപ്പോൾ മുൻപ് നടന്നതാണോ ഇപ്പോൾ നടക്കുന്നതാണോ ശരി തെറ്റ് എന്നതിനപ്പുറത്ത് എന്നെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസ് നയത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി തന്നെ പേരിട്ട് വിളിച്ച KSU പ്രവർത്തകർ വലിയ തോതിൽ ആക്രമണത്തിന് ഇരയായ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ SIT അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുന്നു. അപ്പോൾ അത് ഏത് വഴിക്ക് പോകും എന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടാകുന്നു. അത് മുൻപ് അട്ടിമറിക്കപ്പെട്ടതിലും എനിക്ക് കടുത്ത വിമർശനമുള്ള ഒരു വിഷയമാണ്. ഞാൻ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയം എന്നതാണ്. അതിനപ്പുറത്തേക്ക് രണ്ട് വാദങ്ങൾ എന്ന നിലയ്ക്കാണ് ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പരിഗണിക്കാറുള്ളത് എങ്കിൽ ഇത് തെറ്റാണ് എന്ന കാര്യത്തിൽ ഒരു കാലത്തും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കയറി പ്രതിഷേധിച്ചു എന്നതിൽ വ്യോമയാന വകുപ്പുകൾ അടക്കം ഒഴിവാക്കാനുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നത് വരുന്നു. അപ്പോൾ ഈ പോലീസ് ഇടതുപക്ഷം ഭരിക്കുന്നോ വലതുപക്ഷം ഭരിക്കുന്നോ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്നോ എന്നതിനപ്പുറത്തേക്ക് നിയമത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് മെഷീനറി ആണല്ലോ. സ്വാഭാവികമായും കൈകാര്യം ചെയ്യുന്ന രീതി ഓരോ ഭരണകാലത്തും ഓരോന്ന് എന്ന നിലയ്ക്കുള്ളത് ജനങ്ങളോടുള്ള ഡയറക്റ്റ് വെല്ലുവിളിയാണ്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. മുൻപ് അതിന് വിരുദ്ധമായിരുന്നെങ്കിലും ഇപ്പോഴതിന് വിരുദ്ധമാണ് എങ്കിലും. തീർച്ചയായിട്ടും പോലീസിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പോലീസ് ഏത് ഘട്ടത്തിലും വളരെ ശക്തമായ രൂപത്തിൽ അവരുടെ ആ സ്വഭാവം അവർ എപ്പോഴും കാണിക്കും. ഇപ്പം ഇന്ന് ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണെങ്കിൽ അവിടെ നമ്മൾ കാണേണ്ട സാധാരണ ഒരു സമരം അതിനെ പോലീസ് നേരിടുന്ന രീതിയല്ല. ഇവിടെ കോടതി ഉത്തരവാണുള്ളത്. കോടതി ഉത്തരവ് നടപ്പാക്കുക എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ടുള്ള പോലീസിൻ്റെ ചുമതലയാണ്. അപ്പോൾ അവിടെ പോലീസ് ആദ്യം ജലവിരങ്കി ഉപയോഗിക്കുന്ന, അവിടെ അക്രമത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ ലാത്തി പ്രയോഗിക്കുന്നു. പക്ഷേ അവിടെ മന്ത്രി ഇടപെട്ട് അത് തടയുന്നൊരവസ്ഥ കൂടി ഉണ്ടായി എന്ന് നമ്മൾ അത് ശ്ലാഘനീയമായ കാര്യമാണ്. കാരണം പോലീസിനെ LDF മാറി UDFിലേക്ക് വരുന്നു. അതോടുകൂടി പോലീസ് നന്നായി പോകും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഏത് ഘട്ടത്തിലാണെങ്കിലും പോലീസിൽ വളരെ അക്രമകാരികളായിട്ടുള്ള കുറേ പേരുണ്ട്. അവർക്ക് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന രീതിയുണ്ട്. പോലീസ് നമ്മുടെ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി തന്നെ പറഞ്ഞില്ലേ, പോലീസിൽ ക്രിമിനലുകൾ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല ആളുകളെയും പിരിച്ചുവിടുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ പോലീസ് എവിടെ അക്രമം കാണിച്ചാൽ അതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഈ സംഭവം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അത് ഒരു കോടതി ഉത്തരവ് അത് നടപ്പാക്കേണ്ട കാര്യമാണ്. കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ രംഗത്ത് വരിക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ആ കോടതിയിലാണ് ഈ വിഷയം ഉണ്ടായിരുന്നത്. അവിടെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയം സംഭവിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ആ രീതിയിലാണ് കാണേണ്ടത്. പക്ഷെ അപ്പോഴും പോലീസിൻ്റെ നടപടികളെ നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. സർക്കാരിന് സ്വാഭാവികമായിട്ടും എടുക്കാവുന്ന സമയം എടുത്തുകൊണ്ട് അവരെ മാറ്റിയെടുക്കണം. എന്തായാലും ഇപ്പൊ ഇന്നലെ ഉണ്ടായ പ്രശ്നമുണ്ടല്ലോ, പര്യത്തുകാവ് മലയിടം തുരുത്തിൽ ഇന്നലെ ഉണ്ടായ പ്രശ്നമുണ്ടല്ലോ, അതിനൊരു അസ്വാഭാവികതയാണ്. അതിപ്പോ വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി വരികയാണ്. സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ പോലീസിന്റെ അതിക്രമത്തിന് ഇരയാകുന്ന ഏത് വിഷയവും രാഷ്ട്രീയമായി തന്നെ വരേണ്ടുന്ന ഒന്നാണ്. പക്ഷെ അവിടെ അത്രയധികം പോലീസുകാരും ജലപീരങ്കിയും അതുപോലെ JCBയും ഒക്കെയായി വരികയാണ്. കർണാടക മോഡൽ എന്നാണ് അതിനെ ഇടതുപക്ഷം വിളിക്കുകയും ചെയ്യുന്നത്. അത്രയും വലിയൊരു തീരുമാനം പോലീസ് പുതിയ ഭരണകൂടം മാറിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിനൊരു അഭിപ്രായം പോലും തേടാതെ അങ്ങനെ ഒരു കാര്യം ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അധികാരപ്രയോഗമുണ്ടായി എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ ഇത്രയും വലിയ സന്നാഹം അത് പറയാം. ഒരു കാര്യമുള്ളത്, പോലീസ് അവിടെ സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനൊരു തെറ്റില്ല. പക്ഷേ എല്ലാ ഘട്ടത്തിലും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ശബരിമല പ്രശ്നത്തിൽ തന്നെ കണ്ടാണല്ലോ, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത് കൊണ്ടാണല്ലോ അവിടെ സ്ത്രീകൾ പ്രവേശിക്കുന്നൊരവസ്ഥ ഉണ്ടായത്. പക്ഷേ അവിടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ പോലീസ് അവരുടെ അതിക്രമത്തിലേക്ക് പോയി. അതേസമയം തന്നെ പള്ളിത്തർക്കത്തിൻ്റെ കാര്യത്തിൽ, മലങ്കരയും യാക്കോബായും തമ്മിലുള്ള പള്ളിത്തർക്കത്തിൻ്റെ കാര്യത്തിൽ അവിടെ പോലീസ് സംയമനം പാലിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ പോലീസ് സംയമനം പാലിക്കും, ചില ഘട്ടങ്ങളിൽ അവർ അതിക്രമം കാണിക്കും. ഇവിടെയും പോലീസിന് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ജനങ്ങൾ അക്രമാസക്തരായി വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പിരിഞ്ഞു പോകേണ്ടി വന്നത് പോലീസിന്? അവിടെ അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ പോലീസ് നടപ്പാക്കിയേ തീരൂ എന്നൊരു കോടതിയും പറയില്ല. അതാണ് ഞാൻ പറയുന്നത്. പോലീസ് ചില ഘട്ടങ്ങളിൽ പോലീസ് ഇപ്പോഴും അത് ശരിയായ രൂപത്തിലേക്ക് പോയിട്ടില്ല. താങ്കൾ പറഞ്ഞ പോലെ എല്ലാ സന്നാഹങ്ങളുമായിട്ട്
ആളുകളെ വകവരുത്താവുന്ന ഒരവസ്ഥയിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് ഇതിലും കാണേണ്ടത്. അത്തരം കാര്യങ്ങൾ ഈ പുതിയ സർക്കാർ മാറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് മാധു സജി.